ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അന്നേരം നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാംസ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അന്നേരം ഇന്ന് നമ്മുടെ പ്രിസൺ എസ്കേപ്പിൻ്റെ വീഡിയോ തന്നെ ഇടാൻ പോകുന്നത്. അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക. പക്ഷെ നമ്മുടെ നാളെ ഒരു പ്രത്യേക ദിവസമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ പ്രിസൺ എസ്കേപ്പ് ഇച്ചിരി ചെയ്യും. പിന്നെ നാളെ നമ്മുടെ ചാനലിൽ ഒരു 7 മണിക്കൊരു പൊളിക്കൽ ലൈവ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ പ്രിസൺ എസ്കേപ്പിൽ നമ്മൾ നാളെ എസ്കേപ്പ് ആവും ലൈവിൽ. അന്നേരം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ 7 മണിക്ക് നമ്മുടെ ചാനലിൽ വരണം. ഞാനത് നമ്മുടെ ചാനലിൽ ഷെഡ്യൂൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ നേരത്തെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നേരെ വീഡിയോ കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ലഞ്ച് ബ്രേക്ക് അവർ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം പോകണ്ട. വേണ്ട വേണ്ട അകത്ത് കൊടുക്കും. നമ്മൾ ഇപ്പം ലഞ്ച് ബ്രേക്കാ. 14:30 ആകുമ്പോൾ നമ്മുടെ ലഞ്ച്. നമ്മളൊക്കെ ലഞ്ച് കഴിച്ചായിരുന്നു. ഇല്ല, കഴിച്ചില്ലായിരുന്നു. അത് വേണ്ട, നമ്മുടെ കയ്യിലുണ്ട്. ഒരെണ്ണേ ഉള്ളൂ. പൈസ ഉണ്ടായിരുന്നു. അത് രാത്രി യൂസ് വരും. എന്താ ചേച്ചി സുഖല്ലേ? നമ്മുടെ ഡെമ്പിലൊക്കെ ഒന്ന് പൊക്കി നോക്കാം. ഡെമ്പിലോ? ഇപ്പുറത്തെ ഡെമ്പില് പൊക്കാൻ പറ്റൂലല്ലോ. പൊക്കും പറ്റും, പൊക്കാൻ പറ്റും. ഓ, നമ്മളെ ടെമ്പിൾ എടുക്കുവാണ്. എൻ്റെ മോനെ നമ്മുടെ ടെമ്പിൾ എടുത്തു. നോട്ട് ബാഡ്. മാക്സിമം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യും. നമ്മുടെ ഇതാ കഴിയാറായി. നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിയാറായി. നമ്മൾ രാത്രിയിലത്തേക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കളിച്ചോണ്ടിരിക്കുകയാണ്. രാത്രിയിലത്തേക്കെല്ലാം രാത്രിയിലത്തേക്ക് നമ്മളെല്ലാം ഇവനെ നാളെ ലൈവ് ഉണ്ട് കേട്ടോ, വരണേ. എന്താ ഹേയു? ഐ ഹാവ് എ ജോബ് ഫോർ യു. ഗെറ്റ് മീ എ ലൈറ്റ്. അയ്യോടാ, ഇവൻ്റെ ലൈറ്റർ അവിടെ വെച്ചേ. നമ്മൾ ലൈറ്റർ എടുത്തില്ല. നമ്മൾ ആകെ ഒരു സോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ലടാ മോനെ, നിൻ്റെ ലൈറ്റർ ഞങ്ങൾ പിന്നെ കൊണ്ടുവരാവേ. മനുഷ്യനെ വേടിപ്പിച്ച് കളഞ്ഞില്ല. അവന് ആൾക്കാരത് വന്നിട്ടില്ലല്ലോ. എന്നിട്ട് അവർ ഇതടച്ചല്ലോ. ഇവന്മാരൊക്കെ പിടിക്കുക. പിടിക്കാവോ? എല്ലാ ഐറ്റം എത്ര നാളെ നിന്റെ ഈ മുഖമൊക്കെ കണ്ടിട്ട്. സുഖല്ലേ? നാളെ ലൈവ് ഉണ്ടാ വരണേ. എന്തുവാ നെഞ്ചത്തോട്ട് കിട്ടുന്നു? സീനെന്താ? സീൻ പറഞ്ഞു എടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 30 സെക്കൻഡ് കഴിയുമ്പോൾ അവനും വരും. നേരെ നമുക്ക് ആളെ വിളിക്കാം. കാരണം നമുക്ക് പെട്ടെന്ന് കുഴിക്കാനുണ്ട്. നമുക്ക് കുഴി തോണ്ടേണ്ടതാണ്. ഇനി 22-നാണ് ലൈറ്റ് ഔട്ട്സ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് കുഴിക്കാം. 1 മിനിറ്റ്. നമ്മൾ 1:20 ആകുമ്പോൾ തന്നെ നമുക്ക് മണ്ടക്കോട്ട് വരണം. കാരണം കുറേ സമയം എടുക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് വന്ന്. അവൻ്റെ ലൈറ്റ് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ആ സാധനം എടുക്കുക. പെട്ടെന്ന് ഒഴിക്കണം. കാരണം നമുക്ക് അധികം ലൈവിൽ സമയം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ നമ്മൾ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. 1:20 മണ്ടക്കോട്ട് വയ്ക്കും. കാരണം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങാൻ കഴിയുന്നുണ്ട്. കുറേ സമയം എടുക്കും. ഓക്കെ, കാരണം നമ്മൾ ലൈവിൽ കുറേ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മീറ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കോമ്പസ് എങ്ങനെയും കണ്ടെത്തുക. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ നാളത്തെ എസ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അന്നേരം എല്ലാവരും നമ്മുടെ പോസ്റ്റിൽ പോയി നോക്കണം. നമ്മുടെ ലൈവിൻ്റെ പോസ്റ്റർ ഒഫീഷ്യലായിട്ട് അതിൻ്റെ അകത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗാർഡിൻ്റെ ചുമ്മാ സാധനമുണ്ട്.
എന്നിട്ട് നമുക്ക് സംഭവം കൊടുക്കാം നമ്മുടെ ഗാർഡിന്. പോട്ടെ എന്നിട്ട് നമുക്ക് ഫുഡ് വാങ്ങണം, ചിപ്സൊക്കെ വാങ്ങണം. അതെ എന്തുവാ ട്രേഡ് സംതിങ് ടു ഇൻക്രീസ് യുവർ എനർജി, അതും ചെയ്യണം. എടാ പെട്ടെന്ന് ബ്രെഡ് ഇട്, നീയല്ലേ ബ്രെഡ് വന്നുകൊണ്ടിരുന്നേ. എനർജി മേടിക്കുക അല്ലേ, നീയല്ലേ എനർജി മാൻ. 50. അയ്യോ 50? നമ്മളിവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഇല്ലല്ലോ. ഇല്ല, അത് കഴിഞ്ഞ ഇതാണ്, പക്ഷെ നമ്മളത് പോയില്ല. ഗാർഡ് വരുന്നല്ലോ. ട്രേഡ് ഫോർ സംതിങ് ഇൻക്രീസ് യുവർ മാക്സിമം. അന്നേരം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും അതിന്? അല്ല ഇത് ഇതല്ലേ ഒരു കോമേഴ്സ് അവിടെ ആണെന്ന് പറയത്തുള്ളൂ, അതല്ലേ പ്രശ്നം. അന്നേരം വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഗെയിം കളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഡസ് ബിആർ നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്പേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഗെയിമാണ് ഇൻഡസ് ബാറ്റർ റോയൽ, ഇൻഡസ് ബിആർ. അന്നേരം അത് കളിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഈ വീഡിയോനൊരു 50 ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇൻഡസ് ബിആർന്ന്. അന്നേരം നിങ്ങൾ സപ്പോർട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈവും കഴിഞ്ഞതിന് ശേഷം ഇൻഡസ് ബിആർ കളിക്കാൻ ശ്രമിക്കും. അന്നേരം എല്ലാവരും സൂപ്പർ സപ്പോർട്ട് കാണിക്കണം. കാരണം ഇൻഡസ് ബിആർ നമ്മുടെ ഫ്രീ ഫയർ കൂട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മളൊരു പെട്ട് പോകാനുള്ള നമ്മളെപ്പോഴും ഇതനുസരിച്ച് വേണം, റുട്ടീൻ അനുസരിച്ചല്ലേ നമ്മൾ വിട്ടുപോകും. നമ്മുടെ ഇന്ത്യൻ ഡെവലപ്പേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഗെയിമാണ് ഇൻഡസ് ബാറ്റർ റോയൽ. അന്നേരം നിങ്ങളും ഡൗൺലോഡ് ചെയ്യണം. കാരണം അതൊരു സൂപ്പർ നമ്മുടെ എന്തുവാ പറയുക, നമ്മുടെ കാർട്ടൂൺ ആനിമേഷൻ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അന്നേരം ഒരു സൂപ്പർ കാർട്ടൂൺ ആനിമേഷൻ ഗെയിമാണ്. നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളും പോയി ഡൗൺലോഡ് ചെയ്യൂ. നല്ല സൂപ്പർ ഗെയിമാണ്. ലൈറ്റ്സ് ഔട്ട് ആവാൻ സമയമായി. പക്ഷേ നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് ഉണ്ടോന്ന് പ്രശ്നമില്ല. അർദ്ധരാത്രി നമ്മൾ ഫുള്ള് സ്മൂത്തായിട്ട് പോക്കോളും. എനിക്ക് ഗാർഡിൻ്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. തിരികെ ഇനി നമുക്ക് ജോലി ചെയ്യണ്ട, നമുക്ക് ലൈറ്റ്സ് ഔട്ട് വരെ വെയിറ്റ് ചെയ്യാം. ലൈറ്റ്സ് ഔട്ട് വരെ നമുക്ക് ഈ മൂലയ്ക്ക് ഇരിക്കാം. അന്നേരം ലൈറ്റ്സ് ഔട്ട് ഫുഡ് പാലൂപ്പി. അതായത് നമുക്ക് അർദ്ധരാത്രി 22 മണി വരെ ആയിട്ട് കാണാം. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താണ് മടിക്കുന്നത് ഫ്രണ്ട്സ്? എല്ലാവരും ആ ലൈക്ക് ബട്ടനും ആ സബ്സ്ക്രൈബ് ബട്ടനും അങ്ങ് ഹിറ്റ് ചെയ്യേ. കാരണം നമ്മുടെ ഇനി 150 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ്. അന്നേരം കാണുന്ന ആൾക്കാരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ 150 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭയങ്കര അടുത്താണ്. ഇനിയിപ്പം 2 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്കന്നേരം നമ്മുടെ ഗാർഡിനെ ഒന്ന് വിളിക്കാം. നമ്മുടെ സാധനം വല്ലതും ഉണ്ടോ? നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ വിൽക്കാൻ വല്ലോ. ഇല്ല, ടോയ്ലറ്റ് പേപ്പർ ചോദിക്കാൻ. ചോദിച്ചില്ല എന്നോടല്ലേ, മറന്നു പോയി. ഒരുപാട് അടുത്ത് പോയി ഞാൻ ഇല്ല, പുറത്തു പോകാൻ പറ്റൂല. നമുക്ക് അമിട്ട് മേടിച്ചാലോ? പോയി വേണ്ട ഒരു ലൈറ്റ് മേടിച്ചാലോ? അവൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക്. കോളിൻ്റെ കാർഡ് 21 മിനിറ്റ് ആവാറായി. ലൈറ്റ്സ് ഔട്ട്. എന്താ ഗാർഡ് വരും? നിക്ക് ഗാർഡ് എന്താ വരാ? ഗാർഡ് വരത്തില്ല, കാരണം ലൈറ്റ്സ് ഔട്ട് ആയല്ലോ. അതടച്ചേരാ. അയ്യോ അമ്മച്ചിയെ, ഗാർഡ് വരുന്നേ, കാത്തോളി. ഇപ്പൊ നമ്മള് അതിനകത്ത് നോക്കി ടൈമർ ഉണ്ട്. ടൈമർ സ്റ്റക്കായി. കാരണം ലൈറ്റ്സ് ഔട്ട് ആയില്ല, അതുകൊണ്ട് ടൈമർ സ്റ്റക്കായി. ഞാൻ പറഞ്ഞില്ല ലൈറ്റ് മേടിക്കണം. കാരണം നമ്മൾ ടൈമർ ആവത്തില്ലേ, അത് ഈ ലൈറ്റ്സ് ഔട്ട് ആവുന്ന നേരത്ത് അങ്ങ് ഇതാവും. എനിക്ക് പേടിയാവുന്നു. മണ്ടയ്ക്കോട്ട് പോയാലേ അത് ഗ്ലിച്ചാ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, അതൊരു ഗ്ലിച്ചാ.
എനിക്ക് തോന്നുന്നില്ല ഗ്ലിച്ചാണ്. അത് നീ പുറത്തോണ്ട് ഇതാക്കണ്ടായിരുന്നു, കോൾ ദ കാർഡ് ചെയ്യണ്ടായിരുന്നു. അയാൾ വന്നിട്ട് അടച്ചിട്ട് പോയായിരുന്നു. നീ രണ്ടും കൂടെ ചെയ്തപ്പോൾ ഗ്ലിച്ചായതാ. ഞാനൊന്നും പറഞ്ഞു കിടക്കുന്ന നല്ലത്. അതൊന്നും പറ്റൂലടാ, നീ പേടിക്കണ്ടാ, ഗ്ലിച്ചാവും. ഇപ്പൊ 24 സെക്കൻഡ് എന്താണേലും കഴിഞ്ഞു, പിന്നെന്താ അയാൾ വരാത്തെ? അല്ലേ ഓക്കെ എടുത്തു. നീയും കൂടെ പറഞ്ഞു കേട്ടോ ചെയ്യാനോ. നിന്റെ സമ്മതം കൊണ്ടാ ഞാൻ ചെയ്യുന്നത് കേട്ടോ, എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ 9 മീറ്റർ ആയി. 10 മീറ്റർ ആവാറായി. നമ്മള് 10 മീറ്റർ ചുമ്മിയാ. 10 മീറ്റർ ലൈറ്റർ എടുത്തു. ലൈറ്റർ മുകളിലൊരെണ്ണം ഇരിപ്പുണ്ട്. ഈ ടെക്നിക്ക് സൂപ്പറാ അല്ലേ? ഓ മണി മണി. എന്തുവാടാ മനുഷ്യനെ പേടിപ്പിക്കോ? എന്തോ പാല് കുടിക്കാനോ? നമുക്ക് മണ്ണ് കൊണ്ടിട്ടിട്ട് പാല് കുടിക്കാം. സ്പൈഡർമാൻ സ്പൈഡർമാൻ സമാധാനത്തോടെ ധൃതി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നാളെ ലൈവില് അർദ്ധരാത്രിയിൽ ഇതാവണ്ടേ, എസ്കേപ്പ് ആവണ്ടേ എന്തോ. അഥവാ ഈ ഗെയിമിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ബ്രെഡും പാലും തന്ന് നമ്മളെ എന്തുവാ സഹായിക്കുന്ന കൂട്ടുകാരനെയൊക്കെ ഇറക്കാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്തേനെ. കാരണം നമുക്ക് പാലും പഴവും തന്ന് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയതിന് നമ്മുടെ ആളെ എനിക്ക് ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനോ, കൂടെ അടിക്കാനോ വരാനിട്ട് ഡാമ്പൊക്കെ. 5 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ചു വരണം. 5 മണിയാകുന്നിടത്ത് നമുക്ക് പണിയിൽ നിന്ന് റിസൈൻ ചെയ്യണം. 10 മീറ്റർ ആയി. എനിക്ക് കുഴിച്ചോ? എത്ര കുഴിക്കാൻ പറ്റുന്ന അത്ര കുഴിക്കും. ഇത് കളക്ട് ചെയ്തേക്കാം. കളക്ട് മറ്റേ നാളെ രാവിലെ ആയിരിക്കും മറ്റേ എന്തോ പറയുന്നത് അല്ലേ? അതെ, കമ്പിത്തിരി അല്ല. പാറയായിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവിടെ. ടൈമൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കണം. എടുക്കണേ ഇവിടെ ഇച്ചിരി വിട്ടായിട്ട് കുടിക്കാം. അവിടെ പാലും കുപ്പിയും തീർന്നു. നമ്മൾ 10 മീറ്റർ കൂടുതലായി ഇതുവരെ. നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ നേരത്തെ സീരിയസിൽ നമ്മൾ ഫുള്ള് കഥ പഠിച്ചു വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഭയവും വേണ്ട. ഇത്രയും മണ്ണോ? എനിക്ക് വയ്യ. ഇനി ടിപ്പർ മേടിക്കേണ്ട വരും. പ്രസൻ്റ് അകത്ത് നമ്മളൊരു വലിയൊരു ടിപ്പർ മേടിക്കും. എന്നിട്ട് വരുന്ന മണ്ണെല്ലാം നമ്മൾ കോരി അതിൻ്റെ അകത്തോട്ട് ഇടും. പിന്നെ നമ്മുടെ പാലും പഴവും തരുന്ന ആളോട് പറയും നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം. നമുക്ക് മെസ്സേജ് വായിക്കണം. ഇനി എന്താ സംഭവം അടുത്ത് പുറത്ത് സ്ലീപ്പ് അത് ഫുഡ് അടിക്കാം ഫസ്റ്റ്. Another mystery incident, this time with the guard who ran sports and basketball. No sign of him. The last security footage shows he didn't hold the door for Dorothy the cleaner. If you run into her, I suggest you nod and smile. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതോ ഒരു മിസ്റ്ററി ഇൻസിഡന്റ് അവൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ചിരിച്ചു കാണിക്കണം. ബാസ്കറ്റ്ബോൾ ഗാർഡിനെ വിളിച്ചത്. ഇപ്പൊ അത് വർക്കാവുന്നുണ്ടോ? സാധനങ്ങൾ ലൈറ്റർ അടിയിലുണ്ട്. വേറെ ഒരെണ്ണം അടി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാർ കത്തിരുന്ന അന്നേരം ലൈറ്റർ എടുത്താവുന്നുണ്ട്. അല്ല, വേറെ ഉണ്ട്. അടിയിലൊരെണ്ണമുണ്ട്. സെൽ ഐറ്റം. ഒരു രൂപ കുറച്ച് തരൂലേ? നീ അത്ര നല്ല ആളാണ്, അതുകൊണ്ടാണ് ഒരു രൂപ കുറച്ച് തരാത്. ഫുഡ് വാങ്ങണ്ട. അവനെ ഒന്നും കൂടി വിളിച്ചേരെ. അവനെ വിളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ടോയ്ലറ്റ് പേപ്പറും കൂടി എടുക്കാം.
അല്ല ഇനി അടച്ചിട്ട് പോകൂലോ. ആ കുഴപ്പമില്ല. ഒന്നും കൂടെ വിളിക്കുക. ആ വേണ്ട, ചുമ്മാ എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്ന എന്തിനാ, പാവം ചുറ്റിടുവാ. നമുക്കിനി എങ്ങോട്ടാ കുഴിക്കണ്ടെന്ന് എങ്ങനെ അറിയുമോ? അതാ ശരിയാ, ഇനിയിപ്പോ എങ്ങോട്ടാ കുഴിക്കുവോ? അത് അടച്ചിട്ട് അവനെ വിളിച്ചിട്ടില്ലേ? ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് ടോയ്ലറ്റ് പേപ്പർ എടുത്ത് 30 സെക്കൻഡ് തരത്തില്ലേ? അപ്പൊ ആ വെയർ ഹൗസിലോട്ട് പോവാം. ആ അടുത്ത് തുറത്തി ചേച്ചി തിരിച്ചു കാണിക്കുക. എനിക്കൊന്ന് വെറുതെ തിരിച്ചൊന്നും കാണിച്ചിട്ട് പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടോയ്ലറ്റ് പേപ്പർ ആണോ കൂടെ എങ്ങോട്ടാണ് ഇടിച്ചു വരുന്നത്? ആണോ നമുക്ക് തുറത്തി ചേച്ചിയുടെ അടുത്ത് പോവാം. ഓക്കെ ഓക്കെ ഓടി പോ. തുറത്തി ചേച്ചി എന്താ സംസാരിക്കുള്ളേ? തുറത്തി ചേച്ചി എന്നോട് പറയാം. ബിക്കോസ് ട്രേഡ് സംതിങ് ഇംഗ്ലീഷ് യുവർ മാക്സിമം എനർജി. ഇതിനാണോ നമ്മൾ അവിടെ 3 ഉള്ളൂ? ഉഷോടാ ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യാനാണ് നോക്കാം. പക്ഷെ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, അത് ഈ സൈഡിലാണ്. അപ്പോൾ നോക്കാം, കുടിച്ച് നോക്കാം. നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗെയിം പ്ലേക്കാരെന്ന് പറയുന്നത് തന്നെ ഇത് ചീറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗതികേടായി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിലിൻ്റെ ഈ വശം കണ്ടില്ലേ, ഈ വശത്തോട്ടാണെന്നാണ് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടേ. നേരം നമുക്ക് നോക്കാം. ഇത് എന്തുവാണ് അനക്കോണ്ടയുടെ വയറിന് വരുന്ന നോക്കിയിട്ടുണ്ടല്ലോ. എന്തോ ചെയ്യാ, പക്ഷേ അത് ഒരുമാതിരി മെനക്കെട്ടായി പോയി, മെനക്കേടായി. ഇനിയിപ്പോൾ അല്ലേലും എന്തോ ചെയ്യും. അഥവാ ആണെങ്കിൽ ഇവിടുന്ന് നേരെ പോകാനായിട്ട് കുറെ തടി കൂട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ആ തടി എനിക്ക് തോന്നി നമ്മൾ ചെയ്യുന്ന അത്ര ശരിയല്ലെന്ന്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്തോ ചെയ്യാനാണ്. എടാ എനിക്ക് തോന്നിയത് നമ്മൾ ഇൻക്രീസ് പവർ മേടിക്കണ്ടതാണ്. ഒരു പരിപാടി എത്തിപ്പോയി നമ്മുടെ. എന്തോ ഇനി കോമ്പസ് എവിടെ നിന്ന് കണ്ടെത്തും? നമുക്ക് ഒന്നുകൂടെ തുറത്തി ചേച്ചിയുടെ കടയിൽ പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമോന്നല്ലേ. പക്ഷെ ദോറോത്തി ചേച്ചീനെ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യിപ്പിക്കായിരുന്നു ഗൾഫിൽ നിന്നല്ലേ. ഇത് അപ്ഡേറ്റ് വന്നില്ല, പോയി നോക്കാം. സെൽ ഐറ്റംസ് ചെയ്യും. സെൽ ഐറ്റംസ് ഇനിയിപ്പോൾ എന്തോ ഈ 50 രൂപ കിട്ടണമെങ്കിൽ ഇനി ഇത് ഫുള്ള് കുഴിക്കണം. ഫുള്ള് കുഴിക്കണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ല. പക്ഷേ പൊട്ടന്മാരെക്കാളും വലിയ പൊട്ടത്തലാണ് നമ്മൾ ചെയ്ത്. വേറെ ആവശ്യത്തിലുള്ള കോമ്പസ് വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകും. ഇത് ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇനി ദൊറോത്തി ചേച്ചി വല്ല നമുക്ക് തരുമോ? ഒന്ന് പോ, ഒരു ഹലോ. ചേടാ നമുക്ക് ഇൻക്രീസ് പവറും ചെയ്യണം. അതിന് 50 രൂപയല്ലേ വേണ്ടത്? ഫുഡ് വാങ്ങിച്ചില്ലേ? ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ മറ്റേ ലെവനില്ലേ, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നത്, അവൻ്റെ ജോലി ചെയ്യണം. ഓ ഇതെന്തൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തത്. ഇപ്പം എന്തിനാണ് വിളിച്ചത്? ഓ സോറി. അപ്പോൾ നീ പറഞ്ഞേ ക്രിസ്മസ് കാർ. ഇപ്പം എന്തിനാ അടിയിലോട്ട് പോകുന്നത്? നീ ഒരു സാധനങ്ങൾ എടുക്കാനാ വിൽക്കണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പോയി അത് അടിയിൽ ഇനിയുണ്ട്. അത് ലൈറ്റർ ഒഴിച്ച് ബാക്കിയല്ല എടുത്തത്. അല്ല എടുത്ത് ഒന്നും വിൽക്കണ്ട. ലൈറ്റർ കൊടുത്തരാം, ലൈറ്റർ കൊടുത്തരാം. ലൈറ്റർ വിറ്റാലല്ലേ വാതിൽ ഓർക്കത്തുള്ളൂ. അവൻ വാതിൽ ഓർക്കണം. നമുക്ക് 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് വരും. അത്ര ഇവിടെ ലൈറ്റർ നമ്മുടെ ടൈമർ എന്ത് ചെയ്യും? പണ്ടൊക്കെട്ട് പോയാൽ ഓ ലൈറ്റർ എടുക്കായിരുന്നു. ലൈറ്റർ എടുത്തു. എവിടെ? സ്റ്റാർ ഇനി 12 മണിയാകുമ്പോൾ ഇച്ചിരി കൂടെ. നീ സാധനം ഒന്നും വിൽക്കണ്ട.
പക്ഷേ നമുക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യാൻ ലൈറ്റർ കൊടുക്കാം. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡും കിട്ടും, പിന്നെ കൊക്കക്കോള മേടിക്കാനുള്ള പൈസ കിട്ടുമോ? കൊക്കക്കോള നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ കൊക്കക്കോള മേടിക്കാതെ അവൻ്റെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക. പിന്നെ അല്ലാതെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ് ചെയ്തേക്കുന്ന കൂട്ട് കൊക്കക്കോള മേടിക്കുക, ബെഡിൻ്റെ അങ്ങോട്ട് കുഴിക്കുക. ആ പരിപാടിയാണ് നമ്മുടെ വേറൊരു ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാ ഗെയിമിലും അങ്ങനെ ആവുമെന്ന്. പക്ഷെ എന്നാലും പറയാൻ പറ്റൂല. പക്ഷെ പിന്നെ എന്തിനാ MP നമ്മളോട് പറഞ്ഞത് ദൊറോത്തിനെ ചെയ്യണം? ഈ ചേച്ചി എന്തുവാ ഇവന്റെ മറ്റേ സാധനം കൊടുത്തേരെ. ടെക്സ്റ്റ് എന്തുവാ? പൈസ എക്സ്ചേഞ്ച് ചെയ്യാടാ. അത് ഇനിയും കൊടുത്തേരെ. 100 എണ്ണം ഉണ്ട് നമ്മുടെ കൊടുക്കാനോ? വേണ്ട. പിന്നെ ഫുഡ് ശരിയാ, വേണ്ട വേണ്ട വേണ്ട. മിഷൻ എന്താ ഗെറ്റ് ഹിം ഫ്രഞ്ച്. ഫ്രഞ്ച് കിട്ടാൻ പാടാണല്ലോ മോനെ. ഇച്ചോടെ തരാവോടാ. സുഖല്ലേ? 11 രൂപ ഉണ്ടോ കൊക്കക്കോള മേടിക്കാനും? വേണ്ട വേണ്ട. നീ ഇൻക്രീസ് എനർജിയും ചെയ്യണം, ഇതും ചെയ്യാൻ നമുക്ക്. അവിടെ എല്ലാം ചെയ്യണ്ടേ നമ്മൾ ബാക്കിലാക്കാം. സീറ്റിൻ്റെ അവിടെ നമ്മുടെ കോഡുമുണ്ട്. പക്ഷേ ട്രേഡ് സംതിങ് ടു ഇംഗ്ലീഷ് ഫോർ മാക്സിമം എനർജി. അത് നമുക്ക് ഡംബലും വാങ്ങാം. അതെന്തോന്നറിയാമോ? ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ എന്തെങ്കിലും തുറന്നു നോക്കിയേ. എടാ അതെങ്ങനെ നോക്കണ്ടേന്നറിയാവോ? ഇതെന്തുവാടാ ഇത്? കണ്ടോ ഈ ചില്ലിൻ്റെ മുഖത്ത് പോയി നോക്കി കഴിഞ്ഞാൽ അത് ബാക്കപ്പ് കപ്പാസിറ്റി, പ്രസൻറ്റ് റെസ്പെക്റ്റബിൾ റോൾ പ്രൈസ്, കറണ്ട് എനർജി 28. നമ്മുടെ ഇത് തീരാറായി. ദൊറോത്തി ഇനി എന്തുവാ ദൊറോത്തി അടുത്ത പരിപാടി? നീ ആരും നിൻ്റെ ഈ സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യും. നടക്കാനുള്ള സമയം ചുമ്മാ നടത്തി. വേണ്ട ഒന്നും നടക്കുന്നില്ല. ക്ലോസ് ചെയ്യും. 14 ഇതാവുന്നത്. ഇനിയും 15 അവനെന്തായിരുന്നു വേണ്ടേ? ഫ്രഞ്ചോ? ഫ്രഞ്ചിന് എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാണ്? ഞാൻ സോഡയും മേടിച്ചില്ല. വേണ്ടായിരുന്നല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതായിരുന്നു. ചിരിച്ചു കാണിക്കാനല്ലേ പറഞ്ഞേ? നമ്മൾ ചിരിച്ചിട്ട് പൈസയും കൊടുത്തു. വരട്ടെ, കഥ അടച്ചിട്ട്. ആർക്ക് ടോയ്ലറ്റ് പേപ്പർ ചെയ്തോളൂ. ഇനി ഇന്നത്തെ രാവിലെ നമ്മൾ മേടിച്ചായിരുന്നില്ല. ഇത് ആ വശത്തോട്ട്, ഈ വശമല്ല, നമുക്ക് ഈ വശത്തോട്ടാണ് പോയിരിക്കുന്നത്. അല്ല അതെ ഇവിടെ അല്ലേ ബെഡ്? ആ വശം കറക്റ്റ് ആ വശം അല്ലല്ലോ. ഫ്രഞ്ച് ഓർത്ത് വെച്ചോണേ അവൻ്റെ ഫ്രഞ്ച്. നമ്മളെ തുരക്കുന്ന തൊട്ട് നമുക്കും തുരക്കാം. താഴെ കൂടെ കുഴിക്കും നമുക്ക് നീങ്ങാൻ. ഫ്രഞ്ച് സ്വർണത്തിൻ്റെ മോതിരം. ഫ്രണ്ടിലോട്ട് നീങ്ങി എത്തൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞില്ല സൈഡിൽ കൂടെ ചെയ്ത. എന്തൊരു വിധി ഇത്! വല്ലാത്ത ചതി. എന്തോ ചെയ്യാനാണ് പറയണത്? ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാലും പക്ഷെ നമ്മുടെ വഴി കണ്ടെത്തണം. ഇല്ലെങ്കിൽ ലൈവിൽ നമ്മൾ പെടുമെന്ന് പറഞ്ഞാൽ പെട്ടുപോകും ലൈവിൽ. പിന്നെ ആൾക്കാർ പറയാം എന്തോ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടെന്താണെങ്കിലും നല്ല തെറ്റായിട്ട്. പിന്നെ നമ്മുടെ 50 രൂപ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ നമ്മൾ മേടിക്കാൻ അവൻ്റെ ചെയ്യുന്നത്? ഫുഡ് ഐറ്റംസ് നമ്മുടെ
സ്വർണ്ണമോചനുണ്ട് കേട്ടോ, മര്യാദയ്ക്കുള്ള പൈസ വന്നു. ഇല്ലെങ്കിൽ ഗ്യാസ് മോനെ 30 നെഗോഷിയേറ്റ് ചെയ്താ ഇങ്ങനെ വന്നേടെ നെഗോഷിയേറ്റ് ചെയ്തോ. എടുക്കണ്ട നീ എന്തോ ചെയ്യടേ, വരുവാടാ അങ്ങടെ അകത്തോട്ട് വരുവാടാ, വരുവാടാ വാടാ. നീ ആരെയാടി പേടിക്കുന്നത്? ജോർജ് കാരനെ. എടാ ഇവനിവിടെ ഉണ്ടല്ലേ സൈഡിലും കഥകിന്റെ സൈഡിലും പോകുന്നു. എടുത്തേക്കാൻ പാവം കരയും. കരയെന്തോ ബേബി പൊക്കോ കരയെന്തോ ഇൻക്രീസ് എനർജി ചെയ്യാം. എങ്ങനെ ഇൻക്രീസ് എനർജി ചെയ്യാം? ഡംബൽ ഉണ്ടല്ലോ 135 പോയി എടുക്കും. ഡംബലോ? ഡംബൽ അവിടെ ഇൻക്രീസ് എനർജി. അടുത്ത മിഷൻ അപ്പുറത്തോട്ട് പോ. ഞാൻ വിചാരിച്ചപ്പോ പൈസക്കാ കൊടുക്കുന്നേന്ന്. അമ്മച്ചി ഓടുക്ക്, അമ്മച്ചി ഓട്, അമ്മച്ചി എടുത്ത് മറ്റേ മിഷൻ ഡിക്റ്റേറ്റ് 3.5. പിന്നെ നമ്മളെന്താ ചെയ്ത തെറ്റ്? നമ്മൾ ചെയ്തത് ശരിയല്ലേ? ഞാൻ വിചാരിച്ച ആ കൊടുക്കുന്ന ഡെമ്പല് പൈസക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിരുന്നത്. അയ്യേ ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തോ കേട്ടോ. ഞാൻ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു. ഇനിയിപ്പോൾ 3.5 മീറ്റർ എന്നിട്ട് എന്തുമായിരിക്കും? ഇതെടുക്ക്. ആയി വൈ ന്യൂ ഫർണിച്ചർ കൊടുക്കുക. എടാ ശരിയാ, ഇതാ നമ്മളന്ന് ചെയ്ത തെറ്റ്. കുടിക്കാൻ സമ്മാനം എടുക്കുന്നു കേട്ടോ. ശരിയാടാ, ഫർണിച്ചർ എത്ര അവനെ വിളിച്ച് പുറത്താക്കിയത്, എന്നിട്ട് നീ ഇതാക്ക്. ഫർണിച്ചർ എന്തോ മേടിക്കുക? പുതിയ സോഫ മേടിച്ചോ? ചെടിയൊക്കെ ഫർണിച്ചറായിട്ട് അവർ കൂട്ടുമോ? എനിക്ക് അറിയില്ല ഇവന്. അവൻ കുഞ്ഞിലോട്ട് എൻ്റെ സ്കൂളിലല്ലേ പഠിച്ചേ. എന്താണേലും ഫർണിച്ചർ മേടിക്കണം. ഈ സൈഡ് നമുക്ക് കേറാൻ വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ അവരെന്താണേലും കുറേ സാധനങ്ങൾ ചോദിക്കും. കാരണം അവരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ 3.5 ഇത് കുഴിക്കാനാണ്. നമ്മൾ അതൊക്കെ കുഴിക്കുമ്പോൾ 10 മീറ്ററുമായി. അന്നേരം അവർ റോങ് ആയിട്ടുള്ള ഫോൺ നമ്പറിലാണ് വിളിച്ചത്. ഇവിടെ എന്തോ ഒരു സംഭവം കാണുന്നില്ല നിനക്ക്? കാണത്തില്ല. എന്തോടെ iPhone 70 Pro Maxന്റെ കളറുള്ളത് ഒരു സംഭവം കാണുന്നില്ല എനിക്ക്. ഒരു ഷോപ്പെട്ടിയും കൂടെ കിട്ടാനുണ്ട്. അതിനകത്ത് ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഇതുള്ള മണ്ടക്കോട്ട് വയ്ക്കും. എനിക്ക് നോക്കാം, അതും കൂടെ കുഴിക്കണം എന്നാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ നമുക്ക് ഫുള്ള് എന്തുവാ സ്ക്വാഡാക്കാം അല്ലേ? അതിന്റെ ആവശ്യമില്ല, സ്ക്വാഡ് നോക്കണ്ട. ബാസ്കറ്റ് ബോൾ കോർട്ട് അത് പക്ഷെ ഇതുവരെ മിഷൻ വന്നിട്ടില്ല. പെട്ടെന്ന് പക്ഷെ അത് ഇതുവരെ മിഷൻ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ ബാസ്കറ്റ് ബോളിൽ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സ് നമുക്കൊരു ടിപ്പർ മേടിക്കണം. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല. ഇപ്പൊ എന്താ സാധനം? പെട്ടെന്ന് ഇടിച്ചു കയറി. പെട്ടെന്ന് എന്തിയാടാ അവൻ? സെൽ ഐറ്റംസ് നെഗോഷിയേറ്റ് 8. എടാ നീ ഉടായിപ്പെടുക്കല്ലേ. എന്തിയാടാ അതിൻ്റെ അതാ ബാക്കി? അല്ലേ കള്ളത്തിന് എന്നെടുത്ത് നടക്കൂല കേട്ടോ. എന്തൊരു കള്ളനാടാ, കള്ളത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ കള്ളത്തിനാണ് നടക്കുക. ഇത് ഗൂഢാലോചനയാണ്. കുറുക്കുറയാ, കുറെ നാളുകൾക്ക് കുറുക്കുറ കഴിച്ചു. ലൈറ്റ്സ് ഔട്ട് വരെ വെയിറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ അന്നത്തെ കൂടി ഗ്ലിച്ച് വല്ലതും ആയി ടെൻഷനായി. പിന്നെ പ്രഷർ കൂടുന്നുണ്ട്. നോക്കെന്നാലും ലൈറ്റ്സ് ഔട്ട് ആണെടുത്ത് കാണാം. പ്രശ്നം നമ്മുടെ സമയം ആവാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് റെഡി ആയിരുന്നു. പക്ഷെ കൊക്കക്കോള മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ഫർണിച്ചർ മേടിക്കുന്ന കാര്യം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്തോ ഈ അവർ പറഞ്ഞ കാര്യം നമ്മളങ്ങ് കേൾക്കുക, അത് തന്നെ വിധി. ലൈറ്റ്സ് ഔട്ട്. ഇനി ആരും വരൂല, ഒരു സൗണ്ട് നമുക്ക് വേണ്ട. എവിടെ വിളിച്ചത്?
നമുക്ക് പോയി നീങ്ങാനുള്ള സ്ഥലം മതി. എത്ര സ്ഥലമായി? അങ്ങോട്ടല്ല നമുക്ക് ഈ അല്ലേ, താഴെ നോക്കി ചെയ്യും. ബോട്ടുണ്ടോ ഇവിടെ? ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. നിനക്ക് നീങ്ങാനുള്ള ആദ്യം സ്ഥലം ഉണ്ടാക്കും. നീ വെറുതെ ആദ്യം സ്ഥലം ഇത് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് കുറേ നന്നായിട്ട് ഈ ദൂരെ നിന്ന് തന്നെ ഒഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുരംഗത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ സൈഡൊക്കെ പോയി നമുക്ക് കയറാൻ പറ്റും. അല്ലടാ, ഞാൻ ഫസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ പ്രശ്നം കാണൂലല്ലോ. എടാ, ഞാൻ പറഞ്ഞില്ല കൊക്കക്കോള മേടിക്കണമായിരുന്നു. സുരംഗം കറക്റ്റ്. ഓഫ്, ഭയങ്കര നീളമാണ് നമ്മുടെ പ്ലെയറിനല്ലേ. ഇനിയും നോക്കിയേ. ഓക്കെ, ഈ കറക്റ്റ് ഷേപ്പിൽ നമുക്കങ്ങ് ഒഴിക്കണം. ഞാൻ എന്താണെന്നറിയാമോ, എനിക്ക് ആട് കണ്ടിട്ട് എനർജി കൂടാം. പക്ഷെ അത് ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോവും. $10 കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഓ കുഴപ്പമില്ല, അതൊരു ചീറ്റിംഗ് അല്ല അത് ശരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഉറങ്ങാം, വിശ്രമിക്കാം അല്ലേ. ഇത്രയും ജോലി ചെയ്തു. പക്ഷെ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഈ വീഡിയോ അല്ല, നമ്മുടെ ഈ ഫുള്ള് സീരിയസ് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കുടിച്ചിട്ട് എനിക്ക് അവനെങ്ങനെ പിടിക്കുന്നതെന്ന് നോക്കണം. ഏത് രീതിയിലാണ് പിടിക്കുന്നതെന്ന്. കാരണം ഇതുവരെ അവനെങ്ങനെ പിടിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കാണാൻ ഭയങ്കര കൊതി. അതുകൊണ്ട് ഞാൻ അന്നേരം ഒരു ദിവസം ഈ സീരിയസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതേലും ദിവസം നമ്മൾ പിടിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു സുഖമില്ല കാണാൻ. കട്ടിലൊക്കെ അങ്ങ് നീങ്ങിപ്പോയി. എല്ലാം സെറ്റല്ലേ? സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സംഭവമൊക്കെ റെഡി. എടാ, അതുണ്ടോ? അപ്പുറത്ത് വല്ല സുരംഗം ഉണ്ടോ? സ്ലീപ്പ് ത്രൂ ദ നൈറ്റ്. എന്തോ പെട്ടെന്ന് ആ ദിവസം പോയാൽ ലഞ്ച് ബ്രേക്കൊക്കെ ഉണ്ടോയെന്ന് പോലും അറിഞ്ഞില്ല. എടാ, പക്ഷെ ഉണ്ടോ? വന്നപ്പോൾ നമുക്ക് ഇച്ചിരി ഫുഡ് കിട്ടി. ഷട്ടാ. According to the geological knowledge, you can dig down about 10 meters, then you will hit hard rocks. Don't worry, there's a horizontal layer of soft clay down there. I just need to figure out which direction is best to the tunnel through it. അതിനെ 10 മീറ്റർ കുഴിക്കണം. അത് നമ്മളെന്താണെങ്കിലും കുഴിച്ച് ഇനി അടുത്ത ഞാൻ പറയുന്നത് പറഞ്ഞാൽ ജിയോമെട്രിക്കൽ എന്തോ അവൻ്റെ ബുദ്ധിയൊക്കെ വെച്ച് ഏത് വഴിയാണെന്നാണ് നോക്കണ്ടേന്നാണ് അവൻ പറയുന്നത്. അതിൻ്റെ ജിയോമെട്രിക്കൽ മെട്രോളജി ഒക്കെ വെച്ചിട്ട്. ഇന്ന് ടോയ്ലറ്റ് പേപ്പർ മേടിക്കണം വേണ്ടി എന്നല്ലേ? കൊച്ചു കള്ളം മറന്നെന്നാ എൻ്റെ വിചാരം. മറന്നോ ഞങ്ങൾ? ഇല്ല. കണ്ടാ, ഇവൻ എന്തോ കള്ളത്തിനും എന്തോ ഒരു വശവിശം ഉണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയതാ എന്നെ കണ്ടപ്പോഴേ. നമുക്ക് ഫുഡ് മേടിക്കണം. നമുക്ക് തോറത്തി ചേച്ചിയുടെ ഏതെങ്കിലും ഫർണിച്ചറിൻ്റെ വില നോക്കാം. ഓടി ഉന്തിത്തള്ളു. ഏതാ ഫർണിച്ചർ? ഇത് ഫർണിച്ചറാണോ? 50 രൂപ, 500 രൂപ, 250. ഒന്ന് മാറി ചേച്ചി. 150. ഈ കക്കൂസൊക്കെ ഫർണിച്ചറാണോ? അല്ലെന്നാ തോന്നുന്നത്. 50 രൂപ ഇതാണ്. 50 രൂപ ഉണ്ടാക്കാം അല്ലേ? 50 രൂപ ഇനി എന്തോ ആക്കാന്? 50 രൂപ ഇനി എനിക്ക് ആകെ ഒരു വഴിയേ കാണുന്നുള്ളൂ. മറ്റേ അവനില്ലേ, അവനെ വെച്ച് നമുക്ക് എടാ, പക്ഷെ നമുക്ക് ടോയ്ലറ്റ് പേപ്പർ പൈസ ആക്കാൻ പറ്റുമോ? എടാ, അല്ലെങ്കിൽ അത് ചെയ്യാടാ. അതൊന്നും പ്രശ്നമില്ല, നമുക്കങ്ങ് കുഴിക്കാം. അവനെ ഒന്നും കൂടെ വിളിച്ചേരെ. അവനെ ഒന്നും കൂടെ വിളിച്ച് ടോയ്ലറ്റ് പേപ്പറും കൂടെ വാങ്ങിച്ചത് നമ്മുടെ. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്കില്ലേ ഈ ടോയ്ലറ്റ് പേപ്പർ പൈസ ആക്കാൻ പറ്റും. നമ്മളിതുവരെ ഷവലും മേടിച്ചില്ല. ഇനി 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരും. ഈ ഷവൽ എത്ര രൂപയുടെ ആണ്? 97 മേടിക്കാനോ? സ്പീഡ് ആവും അതാ. നമ്മുടെ എനർജി അത്രയും പോകും. മേടിച്ചേനെ, ഞാൻ പറഞ്ഞ മേടിക്കാനാ. നമുക്ക് ഇത് വെച്ച് പൈസ കൺവേർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു സ്പീഡ് വരത്തില്ല അത്ര. അതാ 12 ഇതാവുമ്പോ 12 ലഞ്ച് ബ്രേക്കും ആവും. എങ്ങോട്ടായിരുന്നു? ഇതല്ലേ നമ്മുടെ ഷേപ്പ്? അത് കറക്റ്റ് ഷേപ്പ്.
ഇനി ഇവിടുന്ന് നേരെ ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ തലയുടെ സൈസിൻ്റെ അത്രയും കുഴിക്കാം. എന്തോ ടെലിസ്കോപ്പ് തലയുടെ സൈസിൻ്റെ അത്രയും കുഴിക്കാം. അടുത്തേ ലൈറ്റർ എന്നിട്ട് സിഗരറ്റ് കൂട്ടി. എടാ നമ്മൾ ലേറ്റ് ആയടാ ഇവിടെ കുഴിക്കാൻ. അയ്യോ പെട്ട് ഫ്രണ്ട്സ്, നമ്മൾ പെട്ട്. കാരണം നമ്മുടെ അന്ത്യാഘോഷമേ ആയി. ഇനി പേടിയാണ്. നമ്മൾ 10 മീറ്റർ കുഴിക്കാൻ തന്നെ 2 എപ്പിസോഡ് ആയതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കളിച്ച് നമ്മുടെ ഒരു പരുവമായി. നമ്മുടെ എൻ്റെ അമ്മേ ഇതിപ്പോൾ തന്നെ ആവണമായിരുന്നു. നമ്മൾ കുഴിച്ച് നമ്മുടെ കയ്യിൻ്റെയും പിന്നെ നമ്മൾ കളിക്കുന്ന ഡിവൈസിൻ്റെയും ഒരു പരുവമായി. അതുകൊണ്ട് നമ്മുടെ ഇത്ര ഒരു കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്ക് സബ്സ്ക്രൈബ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങ് ചെയ്തേരെ ഫ്രണ്ട്സ്. അതൊരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പൈസ കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ. അതുകൊണ്ട് കാണുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ബട്ടൺ ഹിറ്റ് ചെയ്യുക. കാരണം ഭയങ്കര ഹാർഡാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടാകുന്നത്. ഫുഡ് വാങ്ങുക. ഇപ്പം കണ്ടോ ചില സമയത്തൊക്കെ അവന് നമ്മുടെ ഇത് മനസ്സിലാവും, നമ്മുടെ വിഷമം. എടാ ഞാൻ പറഞ്ഞ നമുക്ക് മേടിക്കണ്ടെന്ന്. കാരണം ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആവും. ഓ വേണ്ട അല്ലേ, നമുക്ക് ഇപ്രാവശ്യം കൊക്കോകോള മേടിക്കണേ. പെട്ടെന്ന് താടാ, നീയൊക്കെ എന്ത് മോശമാടാ. എന്നിട്ട് നമുക്ക് മറ്റേ ടോയ്ലറ്റ് പേപ്പർ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യണേ. ഇച്ചിരി മിച്ചം വെച്ചിട്ട് എത്ര 10 മിച്ചം വെച്ചിട്ട് ചെയ്യാം. 100 കൺവേർട്ട് ചെയ്യാൻ പറ്റൂലേ? 100 കൺവേർട്ട് ചെയ്യാം. അത് 20 മിച്ചം വരൂലേ? എന്നിട്ട് 10 ഒരു കൺവേർട്ടും കൂടെ ചെയ്യാം. ആദ്യം നമ്മുടെ തലയുടെ ഷേപ്പിലുള്ള ഒപ്പം ചെയ്തു. എന്നാലും മനസ്സിലാവില്ല നമുക്ക് എത്ര അങ്ങ് പോകണം. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് തന്നെയാണെന്നാണ്. അങ്ങോട്ട് തന്നെയാണ് ഫ്രണ്ട്സ്. കാരണം അവിടെ നിന്നൊരു സൈഡിൽ നിന്നൊരു കട്ടെടുക്കണം. അത് നമുക്ക് നമ്മുടെ സുരംഗം ഇച്ചിരി ഒരു ഇതാക്കണം. ഒരു വളവ് കൊടുക്കണം. അവിടെ നിന്നൊരു ബെൻഡ് കൊടുക്കണം. എന്താ ഞാൻ എന്തോ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് സൈഡിൽ നമുക്കൊരു അകത്തൊരു റൂം കൂട്ടുണ്ടാക്കാം. നമ്മുടെ ഈ മൈൻക്രാഫ്റ്റിലൊക്കെ ഇല്ലേ, അകത്തൊരു റൂം കൂട്ടൊരു സംഭവം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് സുഖമായിട്ടിരുന്ന് നമുക്ക് കുഴിക്കുകയും പറിക്കുകയും ഒക്കെ ചെയ്യാം. ഭയങ്കര പാടാ ഇവിടുന്നൊക്കെ ഇറങ്ങാനാ, ഭയങ്കര പാട്. ഒരു തവണ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയി. ഇതേ കൂട്ട് നമ്മൾ ഈ തവി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചെറിയ കുറച്ച് മണ്ണേ വരത്തുള്ളൂ. അത് സ്പീഡില്ല അല്ലേ? സ്പീഡില്ലെങ്കിൽ കുറച്ച് മണ്ണ. നമ്മുടെ ഈ ഡെമ്പലൊക്കെ അല്ല, നമ്മുടെ മറ്റേ എനർജി ടോയ്ലറ്റ് പേപ്പർ കൊടുത്ത് മേടിക്കത്തില്ലേ മറ്റേ ഡെമ്പല്, അതിന്റെ യൂസ് എന്താ, സംഭവം എന്താ? എനർജി എന്തൊക്കെ പരിപാടിയാണ്. കൊറേ കുഴിക്കാനുണ്ട്. ഒരു ടൊമാറ്റോ സ്റ്റൂ ഉണ്ട്. ടൊമാറ്റോ ഫുഡ് ഇത് ടൊമാറ്റോ സൂപ്പ്. 3 വരുമോ? 3 നടക്കൂല ബ്രോ. ഇതെന്തുവാടാ, 6 ഉണ്ടോ അതിൻ്റെ അകത്ത്? നീ പോ. ഇപ്പൊ കൊക്കോകോള മേടിക്കണം കേട്ടോ. അവനെ വിളിച്ചിട്ട് കാര്യമില്ല, എന്താണെങ്കിലും അവന് വരത്തില്ല. പൈസ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചേച്ചി വരണ്ടേ. ചേച്ചി ഗോപി ചേച്ചി, നമുക്കങ്ങ് ഇറങ്ങിയാലോ? റസ്ക് എടുക്കണ്ട. റസ്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ എടുക്കാൻ സമയം കിട്ടൂലേ. ഔട്ട് ഓഫ് ദ സെല്ല് എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? എടാ നിനക്ക് ഫ്രഞ്ച് കൊണ്ടുന്നില്ലടാ, എനിക്ക് വിഷമം ഉണ്ടടാ. 100 ഇതാക്കാം. 10 രൂപ കിട്ടി. ആകെ 26 ഉണ്ടല്ലേ. കുഴപ്പമില്ല. ഒരുമാതിരി ഡെയിലി ഇത് ഡംബല് വെക്കുന്നതിന് മുമ്പ് ഒരു സ്പ്രൈറ്റ് മേടിക്കാം. 2 മേടിക്കാം അല്ലേ? ഫർണിച്ചർ മേടിക്കണം. 2 മേടിച്ചേക്കാം എന്നാലും അല്ലേ.
കുഴി കൊണ്ടുപോകാനാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓ 90 കിലോ ആണ് നമുക്ക് പൊട്ടി എടുക്കുന്നത്. നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. 90 കിലോ മാക്സിമം നമ്മുടെ രണ്ടെണ്ണം ഇൻക്രീസ് ആകുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് ഇൻക്രീസ് ആണെന്ന് നമുക്കറിയത്തില്ല. എന്തോ ഓടിന് കീഴ് ബാസ്കറ്റ് ബോൾ ഗേറ്റ്. എടാ ബാസ്കറ്റ് ബോൾ ഗേറ്റിന് പോയിട്ടെന്തോ ഈ ബോൾ എടുത്തെന്തോ ഗാർഡിൻ്റെ തലക്കടിച്ച് കൊണ്ടു. പറയാടാ എന്തേലുമൊക്കെ ഒന്ന് പറ നമുക്ക് കേട്ടോ. ഇനി അവൻ എത്ര എന്താ ഇതാക്കുന്ന പൈസ? പിന്നെ 100 വേണമെങ്കിൽ 10 പറ്റും. ഉണ്ടോ 10? 10 ചെയ്തത്. നമ്മൾ 10 ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മുറിയിലോട്ട് ഓടാം. കാരണം നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. കഴിച്ചു, അത്ര കൂടി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കയറുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഗേറ്റ് ഇതുവരെ അടച്ചിട്ടില്ല. നമ്മുടെ എന്താ സാറ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തല്ലേ, ഒന്നുകൂടെ വിളിക്കാം അല്ലേ? ഫുഡില്ലല്ലോ. ഓ വിളിച്ചിട്ടും കാര്യമില്ലല്ലോ. ടൂൾ എടുത്തില്ല. അതിന് സംഭവം എടുക്കണ്ടേ, ഫുഡ് വേണ്ടേ? നമുക്ക് മുകളിലോട്ട് പോവാം. ഇതടയ്ക്കാം. നമ്മുടെ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാം. എന്തോ ഒരു മണ്ണൊന്നും എടുത്തില്ലല്ലോ. നമ്മുടെ ഒരു ഫ്ലെയിം ഗണ്ണുണ്ട്, ഗ്രനേറ്റ് ഉണ്ട്, ബൂട്ടുണ്ട്, സോപ്പുണ്ട്, ഡക്കുണ്ട്. നമുക്ക് പെട്ടെന്ന് ഗാർഡിനെ ചെയ്യാം. സമയം ഭയങ്കര കുറവാണ്, അതുകൊണ്ട് നമുക്ക് സെൽ ഐറ്റം ചെയ്യാം. നമുക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ മറ്റേ എസ്കേപ്പ് ആണ്ട് ആ വഴി വരെ കണ്ടെത്തിയിട്ട് നമുക്ക് പിന്നെ കാണാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വിൽക്കാം. ഫുഡ് കൂടെ മേടിച്ചു, അതിന് ശേഷം പോകും. അതായത് നമ്മുടെ എസ്കേപ്പ് ചെയ്യുന്ന വഴി നോക്കിയതിന് ശേഷം കാണാം. ഫ്രണ്ട്സ് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ കാണിക്കുക നമ്മൾ എവിടം വരെ ആയെന്ന്. നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോകാം. ഫ്രണ്ട്സ് അന്നേരം നമ്മളൊന്ന് കുറേ കളിച്ച് ഏകദേശം 1 മണിക്കൂറിനടുത്ത് നമ്മൾ കളിച്ച് ഫുള്ള് മടുത്തു. അന്നേരം നമ്മൾ എത്ര വരെ കുഴിച്ചു നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അത് നമ്മൾ നാളത്തെ ലൈവിൽ കാണിക്കും. അന്നേരം നാളത്തെ ലൈവിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരണം. 7 മണിക്ക് ലൈവ് തുടങ്ങും. പിന്നെ 7:30 നമ്മുടെ ഗെയിമിങ്ങും തുടങ്ങും. അന്നേരം 7:30 മുമ്പായിട്ട് എല്ലാവരും വരണം. അന്നേരം നമ്മുടെ ചാനൽ ഷെഡ്യൂൾഡ് ആയി കിടപ്പുണ്ട്. അന്നേരം ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നേരം നമുക്ക് അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.